ഹായ് നമസ്കാരം. വാട്ട് എ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ബൈ RCB. ബാറ്റിംഗ്, ബോളിങ്, ഫീൽഡിങ്, 3 ഡിപ്പാർട്ട്മെൻറ്റിലും ടോട്ടൽ ഡോമിനൻസ്. പഞ്ചാബിന് ഒരു രീതിയിലും നിലം തൊടിക്കാൻ സമ്മതിക്കാതെ ഉള്ള ഒരു വിജയം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ബൈ RCB. ഒരു രക്ഷയില്ല. പ്രഷർ. ഇതാണ് ഒരു നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിലേക്ക് വരുമ്പോൾ ഒരു പ്രഷർ. അത് പഞ്ചാബിനെ പോലെ ഒരു ടീം ഹാൻഡിൽ ചെയ്തതിലെ മിസ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മാച്ചിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും പ്രഷർ അവരുടെ ഈ അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അൺക്യാപ്ഡ് പ്ലെയേഴ്സാണ് പെർഫോം ചെയ്തതെന്നല്ല, പക്ഷേ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ അവരെങ്ങനെ നന്നായിട്ട് കൊളാപ്സ് ആയി എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് വന്നത്. പോരാത്തതിന് RCBയുടെ കൃത്യത, RCBയുടെ ബോളിങ്ങിൻ്റെ പെർഫോമൻസ്, RCBയുടെ ക്യാപ്റ്റൻ, മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ RCBയുടെ ക്യാപ്റ്റൻ തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് രജത് പട്ടീദർ ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നപ്പോഴത്തെ ഒരു ടോട്ടൽ ഡിഫറൻസ് RCBയുടെ പെർഫോമൻസിൽ, ബോളിങ്ങിൽ കാണാനായിട്ട് പറ്റി. ഈ റൊട്ടേറ്റിംഗ് ഓഫ് ബോളേഴ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അത് നല്ല ക്യാപ്റ്റന്മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ധോണി അല്ലെങ്കിൽ രോഹിത് ശർമ്മ, അങ്ങനെ വിദഗ്ധരായിട്ടുള്ള ക്യാപ്റ്റന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു സ്കില്ലാണ് റൊട്ടേറ്റിംഗ് ഓഫ് ബോളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രജത് പട്ടീദർ ക്യാപ്റ്റനായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് കണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത് ഈ കളിയുടെ ഗതിക്കനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ്സ്മാൻ എത്രത്തോളം പ്രഷറിലാണ്, ഏത് തരം ബാറ്റ്സ്മാനാണ് നിൽക്കുന്നതെന്നൊക്കെ അനുസരിച്ച് ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഭുവനേശ്വർ കുമാറിന് ഫസ്റ്റ് ഓവർ കൊടുത്ത്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറിന് ഫസ്റ്റ് ഓവർ കൊടുക്കുക എന്നുള്ള ഒരു ബേസിക് ആയിട്ട് എത്തിങ്ങി. അതിനുശേഷം യശ് ദയാലിനെയും എന്താ പറയുക ജോഷ് ഹേസൽവുഡിനെയും ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു പവർ പ്ലേയിൽ യൂസ് ചെയ്ത് മാക്സിമം പ്രഷർ ബിൽഡ് ചെയ്ത്, അതുപോലെ തന്നെ ഫീൽഡിങ് നല്ല സപ്പോർട്ടായിരുന്നു. ഫീൽഡിങ് എനിക്കൊന്ന് ആദ്യം കളി തുടങ്ങിയപ്പോൾ തന്നെ സെക്കൻഡ് ഓവറിൽ തന്നെ ലിവിങ്സ്റ്റൺ ഒരു 4 തടഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു തേർഡ് മാനിൽ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രഷർ ബിൽഡ് ചെയ്യണം. ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്തിട്ടാണ് RCB ഇതിന് തുടക്കം ഇടുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2 വിക്കറ്റ് പ്യുവർ സ്കില്ലാണ്. അതായത് യശ് ദയാൽ എടുത്ത ആദ്യത്തെ വിക്കറ്റ്, അതായത് പ്രിയാൻ ഷാരിയുടെ വിക്കറ്റ്, സൂപ്പറായിട്ടുള്ളൊരു ബോൾ, അത് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഡ്രൈവ് അടിച്ച് ക്യാച്ചായി. രണ്ടാമത്തെ വിക്കറ്റ് ഭുവനേശ്വർ കുമാറിൻ്റെ എക്സ്പീരിയൻസിൻ്റെ മാസ്റ്റർ ക്ലാസ് ആണ്. അതായത് ഭുവനേശ്വർ കുമാറിനെ 2 ബോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് പ്രഭ്സുംറാൻ ബൗണ്ടറി അടിച്ചു. ഒന്ന് ലോങ് ഓഫിലും അടിച്ചു, അതുപോലെ തന്നെ ഒരു ലോങ് ഓണിലും അടിച്ചു. അതിനുശേഷം ഭുവനേശ്വർ കുമാർ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോളിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഭുവനേശ്വർ കുമാർ സ്ലൈറ്റ്ലി ഈ ലെങ്ത് ബാക്കിലേക്ക് പുള്ളി ചെയ്തിട്ട് ആ ഒരു വിക്കറ്റ് എടുക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിങ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിൻ്റെ പതനം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് വന്ന വിക്കറ്റ്സിനകത്ത് എല്ലാം പഞ്ചാബിൻ്റെ മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജി ഇല്ലായ്മ, അല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ സെൻസ് ഇല്ലായ്മ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിന് തുടക്കം ഇട്ടത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയാണ്. വട്ടമടിച്ച് ഔട്ടായി എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ 2 വിക്കറ്റ് പോയി നിൽക്കുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ വേറൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ പിച്ച് കണ്ടീഷൻസ് റീഡ് ചെയ്യുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടു പഞ്ചാബ്. RCB അത് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു. അത് ടോസ് കിട്ടി അവർ ബോളിംഗ് തിരഞ്ഞെടുത്തത് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നി. എന്താണ് RCB ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം. പക്ഷേ കറക്റ്റായിട്ട് അവർ പിച്ച് അത് കറക്റ്റായിട്ട് അവർ പഠിച്ചിട്ടാണ് അവർ ബോളിംഗ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. അത് പഞ്ചാബ് കറക്റ്റായിട്ട് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 170 to 190 വിക്കറ്റ് ആയിരുന്നു എന്നുള്ളത് അവർ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ആദ്യത്തെ 2 വിക്കറ്റ് വീണപ്പോഴെങ്കിലും ശ്രേയസ് അയ്യർ അവിടെ ഉത്തരവാദിത്തോടെ നിൽക്കേണ്ടതായിരുന്നു. ശ്രേയസ് അയ്യർ തന്നെ വട്ടം അടിച്ച് എക്രോസ് അടിച്ച് ഔട്ടായി. പിന്നീട് വീണ ഓരോ വിക്കറ്റ്സും ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അഗ്രഷൻ കാണിച്ച് ഔട്ടാണ് ചെയ്ത്. 3 വിക്കറ്റ് വീണപ്പോഴും ചിന്തിച്ചു അവർ തിരിച്ച് ചിന്തിക്കുന്ന ഒരു പ്ലാൻ ബിയിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. 4 വിക്കറ്റ് വീണപ്പോഴും ചിന്തിച്ചു ഒരു പ്ലാൻ ബിയിലേക്ക് പോകുന്നു. ഇവർ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വരുന്നു. ശശാങ്ക് സിംഗിൻ്റെ ഒക്കെ വിക്കറ്റ് വളരെ ദയനീയമായിപ്പോയി. ശശാങ്ക് സിംഗ് ഒക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് പെർഫോമൻസ് കൊടുക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. അങ്ങനെ ഒരു ഷോട്ട് കളിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ ഓരോരുത്തരുടെ വിക്കറ്റ്, അതുപോലെ സ്റ്റോയിൻസ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സ്റ്റോയിൻസ് ഔട്ടായി. എന്താണ് സുയേഷ് ശർമ്മ ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്ത് സുയേഷ് ശർമ്മ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? റോങ് ഓൺസ് എറിഞ്ഞുകൊണ്ടിരുന്നത്. ശശാങ്ക് സിംഗിൻ്റെ വിക്കറ്റ് റോങ് ഓണിലെടുത്ത്, അതുപോലെ തന്നെ മുഷീൻ ഖാൻ്റെ വിക്കറ്റ് റോങ് ഓണിലെടുത്ത്. എന്നിട്ടും സ്റ്റോയിൻസ് അതിനകത്ത് കൊണ്ട് തല വെച്ചു എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് വിക്കറ്റ്സ് അല്ലാതെ ജെനുവിനായിട്ട് വീണ വിക്കറ്റ്സ്, നേഹൽ വധേരയുടെ വിക്കറ്റ് ഒരു ഇൻസൈഡ് അടിച്ചാൽ അത് നിർഭാഗ്യവശാൽ സംഭവിച്ചതാണ്. പക്ഷേ കുറേ വിക്കറ്റ്സൊക്കെ അവർ എറിഞ്ഞ് കളഞ്ഞതാണ്. അത് പഞ്ചാബ് തന്നെയാണ് അതിന് ഉത്തരവാദി. കറക്റ്റായിട്ട് പിച്ച് കണ്ടീഷൻസ് അവർ പഠിക്കാതെ, അതിന് വിലയിരുത്താതെ ഉള്ളൊരു ബാറ്റിങ്. അവരൊരു ഇത് തന്നെയാണ് SRHന് പലപ്പോഴും പണ്ട് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന പല മാച്ചുകൾ സംഭവിച്ചത്. അതായത്
കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്യാതെ ഒരുമാതിരി വൃത്തികെട്ട ഷോട്ട് സെലക്ഷനും അതുപോലെ തന്നെ ഒരു ഗെയിം അവയർനെസ് ഇല്ലായ്മയും പ്ലെയേഴ്സിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഒരു പഞ്ചാബിൻ്റെ ഒരു പതനത്തിൻ്റെ ഒരു മെയിൻ റീസൺ. ഇനി RCBയുടെ ബാറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു, ജോഷ് ഹേസൽവുഡ്. എൻ്റെ മോനെ, നമ്മൾ കഴിഞ്ഞ പ്രിവ്യൂവിലും അതുപോലെ കഴിഞ്ഞ മാച്ചിൻ്റെ റിവ്യൂവിലും ഒക്കെ പറഞ്ഞാണ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ജോഷ് ഹേസൽവുഡ് RCB സംബന്ധിച്ചെന്ന്. കഴിഞ്ഞ 2 മാച്ചിൽ നമ്മൾ കണ്ട ഒരു ബോളിംഗ് ലൈനപ്പാണോ ഇന്നത്തെ മാച്ചിൽ കണ്ടത്? ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ്. അത് രജത് പട്ടീദറിൻ്റെ ക്യാപ്റ്റൻസിയും അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. എങ്കിൽ പോലും ജോഷ് ഹേസൽവുഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു, 3 വിക്കറ്റ്, ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതുപോലെ തന്നെ യേശ് ദയാൽ 2 വിക്കറ്റ് ഇട്ടു, സൂപ്പർ പെർഫോമൻസ്. അതുപോലെ തന്നെ സുരേഷ് ശർമ്മ, കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ട ഒരു സുരേഷ് ശർമ്മയാണ്. ഇതാണ് പ്രഷർ. എങ്ങനെ ഒരു ബോളറിനെ കൊണ്ടുവരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, പ്രഷർ ബിൽഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ബോളർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വിക്കറ്റ്സ് വീഴും. സുരേഷ് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടാണ് എടുത്തിട്ട് അടിക്കുന്നത്. ഈ മാച്ചിൽ വന്നപ്പോഴത്തേക്ക് ആ പ്രഷറിൻ്റെ പുറത്താണ് സുരേഷ് ശർമ്മ ഇടുന്ന റോങ് വൺസ് അല്ലെങ്കിൽ ഗൂഗിളീസ് ഒക്കെ ഇവർക്ക് പിക്ക് ചെയ്യാൻ പറ്റാതാവോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ ഈ ശശാങ്ക് സിംഗ് അടക്കമുള്ളവർ കാണിച്ചു കൂട്ടി കൊളാപ്സ് ആയി പോയത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അറ്റ്ലീസ്റ്റ് ഒരു 4-5 വിക്കറ്റ് പോയപ്പോഴെങ്കിലും പഞ്ചാബ് ഒന്ന് റീകൺസിഡർ ചെയ്തിട്ട് അവരുടെ സ്ട്രാറ്റജി ഒന്ന് റീകൺസിഡർ ചെയ്തിട്ട് ഒരു പ്ലാൻ ബിയിലേക്ക് പോയിട്ട് ഒന്ന് സൂക്ഷിച്ച് കളിച്ചു. ഒരു 15 ഓവർ വരെ അവിടെ നിൽക്കാനുള്ള സ്ട്രൈറ്റ് ബാറ്റ് വെച്ച് കളിച്ചു, എക്രോസ് എല്ലാം സ്ട്രൈറ്റ് ബാറ്റ് വെച്ച് കളിച്ചു. ഒരു 15 ഓവർ വരെ അവിടെ പിടിച്ച് നിന്നിരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 150 to ഒരു 160 അല്ലെങ്കിൽ ഒരു പക്ഷേ അവസാനം നമുക്ക് പറയാൻ പറ്റില്ല, അവസാനം കണ്ടീഷൻസ് മാറും. ഒരു 15 ഓവർ കഴിഞ്ഞിട്ട് ഒരു 17, 18, 19 ഓവറൊക്കെ ഒന്ന് കുറച്ച് ഹിറ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ ഒരു 180 വരെ എത്താൻ വേണ്ടിയിട്ട് പഞ്ചാബിന് തീർച്ചയായിട്ടും അവിടെ നിന്ന് സാധിച്ചേനെ. അങ്ങനെ ഒരു പ്ലാൻ ബിയിലേക്ക് പോകാൻ അവർ തയ്യാറായില്ല. അവർ കൊരങ്ങൻ തേങ്ങയ്ക്കകത്ത് കൈയിട്ട പോലെ പിടിച്ച പിടിയിൽ മുറുക്കി അവസാനം വരെ നിന്ന് സ്വയം കുഴി വെട്ടി എന്ന് വേണം പറയാനായിട്ട്. പഞ്ചാബിൻ്റെ ബാറ്റിംഗ് പറയാനാണെന്നുണ്ടെങ്കിൽ പേരിന് വേണ്ടിയിട്ട് 2 പെർഫോമൻസ് പറയാം. മാർക്കസ് സ്റ്റോയിനിസ് 26 റൺ അടിച്ചു 17 ബോൾ. അതുപോലെ തന്നെ ഒമർ സായി 18 റൺ അടിച്ചു 12 ബോൾ. ആ ഒരു ഒമർ സായും ഹർപ്രീത് ബ്രാറും കൂടെ ഉള്ള ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് അവരെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു ഡീസൻറ്റ് സ്കോറിലേക്കെങ്കിലും എത്താനായിട്ട്. സോ ഇനി RCBയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ RCB ഈ പഞ്ചാബിന് പറ്റിയ അബദ്ധം അവർ ആവർത്തിച്ചില്ല. അവർ വളരെ ശ്രദ്ധിച്ച് കളിച്ചപ്പോൾ തന്നെ അവർക്ക് റൺസ് അടിക്കാനായിട്ട് പറ്റി. ഇപ്പോൾ സോൾട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു. റെഗുലർ ഇൻ്റർവെൽസിൽ, ഇനി പവർ പ്ലേ കഴിഞ്ഞിട്ടായാലും റെഗുലർ ഇൻ്റർവെൽസിൽ ബൗണ്ടറി അടിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ RCBയിൽ ഒരു ഘട്ടത്തിലും RCBയുടെ മേളിലേക്ക് പ്രഷറിലേക്ക് കൊണ്ടുവരാനായിട്ട് പഞ്ചാബിന് സാധിച്ചില്ല. ആകെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് ജാമിസൺ എറിഞ്ഞ ഒരു മെയ്ഡൻ ഓവർ, അതുപോലെ തന്നെ അതിനുശേഷം ഒമർ സായി ഇറങ്ങിയ ആ 2 ഓവറാണ് ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ആ ഒരു പിച്ച് കണ്ടീഷൻസിൽ ആ ഒരു സപ്പോർട്ട് ബോളേഴ്സിന് ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത് ഒരു 180 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 150, 160, 170 ആ റേഞ്ചിലെങ്കിലും പഞ്ചാബ് എത്തിയിരുന്നുണ്ടെങ്കിൽ അവർക്ക് മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ ചെയ്ത വേറൊരു മണ്ടത്തരമാണ് ഈ മുഷീർ ഖാനെ ഇമ്പാക്ട് സപ്പായിട്ട് കൊണ്ടുവന്നത്. വൈശാഖിനെ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഒരു 4 വിക്കറ്റ് പോയപ്പോൾ അവരൊന്ന് സൂക്ഷിച്ച് കളിച്ചിട്ട് ഒരു ചെറിയ ഡീസൻറ്റ് സ്കോറിലേക്ക് എത്തിയിരുന്നുണ്ടെങ്കിൽ വൈശാഖിനെ കൂടെ ബോളിങ്ങിലേക്ക് കൊണ്ടുവന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് പിച്ചിൽ നിന്ന് കിട്ടിയതിനെ അവർക്ക് കുറച്ചും കൂടെ പ്രഷർ സ്കോർ ബോർഡിൽ ഒരു എന്താ പറയുക ഒരു 150, 160 എങ്കിലുള്ള ട്രിക്കി ആയിട്ടൊരു സ്കോർ വരുമ്പോഴത്തേക്ക് ഒരു ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ ആയിരിക്കത്തില്ല RCB ബാറ്റ് ചെയ്യുന്നത്. കുറച്ചൊക്കെ പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചാൽ കളി പിടിക്കാനായിട്ട്, കളി ജയിച്ചേനെ ഇല്ല എന്നുള്ളതല്ല, കളി പിടിക്കാനായിട്ട് അവർക്കുണ്ടായിരുന്നു. പഞ്ചാബിൻ്റെ കയ്യിൽ കളി ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കോറെങ്കിലും പഞ്ചാബിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും. എന്തായാലും ഇന്ന് കളി നേരത്തെ കഴിഞ്ഞു. 10 ഓവറിൽ തന്നെ RCB ഫിനിഷ് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ശ്രേയസ് അയ്യറിൻ്റെ ബാറ്റിംഗ് ആണ്. ആ ഒരു ഷോട്ട് സെലക്ഷൻ വളരെ മോശം ഷോട്ട് സെലക്ഷൻ ആയി പോയത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഷോട്ട് ശ്രേയസ് അയ്യർ കളിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അവിടെയാണ് കാര്യം. ക്യാപ്റ്റൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പഞ്ചാബിൻ്റെ ബാറ്റ്സ്മാനാണ് ശ്രേയസ് അയ്യർ. പുള്ളിയാണ് ലീഡ് ചെയ്യേണ്ടത്. പുള്ളി തന്നെ അവിടെ അങ്ങനെ ഒരു ഷോട്ട് കളിച്ച് ഔട്ടായത് ബാക്കിയുള്ളവർക്ക് അതൊരു ഇതായി. അതുപോലെ തന്നെ ശശാങ്ക് സിംഗിനും എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ്. ശശാങ്ക് സിംഗിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ശശാങ്ക് സിംഗ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ആവും, കുറച്ചും കൂടെ സ്കോർ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. എന്തായാലും RCB വിൻ ചെയ്തു, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ബട്ട് പഞ്ചാബിനെ സംബന്ധിച്ച് ഡിസപ്പോയിൻറ്റഡ് ആവാനായിട്ടുള്ള യാതൊരു കാര്യമില്ല. അവർക്ക് ചെറിയ ഒരു മിസ്റ്റേക്ക്, ഈ ഒരു കണ്ടീഷൻ ആക്സസ് ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് ഒരു മിസ്റ്റേക്ക് അവർക്ക് സംഭവിച്ചു. ബട്ട് ഇനി ജൂൺ 1-ാം തീയതി ഈ നാളെ നടക്കാനിരിക്കുന്ന എലിമിനേറ്ററിൽ ജയിച്ചു വരുന്ന ടീമുമായിട്ട് പഞ്ചാബിന് വീണ്ടും കളിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അത് ഇവിടെയല്ല, അഹമ്മദാബാദിലാണെന്നുള്ളതാണ്. സോ ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു ബാറ്റിംഗ് കണ്ടീഷൻ തന്നെയായിരിക്കും അവിടെ. അത് പഞ്ചാബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് അഹമ്മദാബാദിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ സംബന്ധിച്ച് അവിടെ നല്ല പെർഫോമൻസ് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചാഹൽ ടീമിലേക്ക് വരണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. ചാഹലും ബ്രാറും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കണ്ടീഷൻസ് കറക്റ്റായിട്ട് റീഡ് ചെയ്യുക, കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എത്ര വലിയ കൊലകമ്പൻ ടീമായാലും, അത് ഈ പറയുന്ന RCB ആയാലും അടുത്ത മാച്ചിലേക്ക് പോകുമ്പോൾ, ഫൈനലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കണ്ടീഷൻസിന്, പിച്ച് കണ്ടീഷൻസിന് എല്ലാം
അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സിനാരിയോയിൽ ഒരു കൊളാപ്സ് സംഭവിച്ചു, ഒരു ഒപ്പണൻ്റ് ഒരു ബോളർ അടിപൊളിയായിട്ട് ബോൾ ചെയ്യുന്നു, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബോൾ ചെയ്യുന്നു, അവിടെ ആ കണ്ടീഷനെ റെസ്പെക്ട് ചെയ്യണം, ആ ഒപ്പണൻ്റ് ബോളറിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ പിച്ച് കണ്ടീഷനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഏതൊരു ടീമിനെ സംബന്ധിച്ചും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പഞ്ചാബ് ഇതിൽ നിന്ന് ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ചാമ്പ്യൻ ടീം തന്നെയാണ് പഞ്ചാബ്. ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി ഇപ്പോൾ ആ ജാമിസൺ അറിഞ്ഞ് ഓവറൊക്കെ വന്നപ്പോഴത്തേക്ക് അവരൊന്ന് ഹൈ ആയി വന്നതാണ്. പക്ഷേ ഈ ഒരു സ്കോർ വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല പഞ്ചാബിനെ സംബന്ധിച്ച്, ഒന്നും ചെയ്യാനില്ല. കാരണം ഇത്രയും ചെറിയൊരു സ്കോർ T20 അതുപോലെ RCB പോലൊരു ബാറ്റിംഗ് ലൈനപ്പിൻ്റെ മുമ്പിൽ അത് ഒന്നും അല്ലായിരുന്നു. ഇതിൽ ഹാറ്റ്സ് ഓഫ് ടു RCB. ടോട്ടലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോമിനേറ്റ് ചെയ്ത ഒരു ടോട്ടൽ പെർഫോമൻസ്. ഒരു രക്ഷയില്ല. ഫാൻസ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഇതുപോലൊരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഒരു ഡൈഹാർഡ് ഫാൻസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്ര ഡോമിനേറ്റിംഗ് ആയിട്ട്, ഇത്ര കൺവിൻസിംഗ് ആയിട്ട് RCB വിൻ ചെയ്യുന്നു. ഒരു രക്ഷയില്ല. ഡയറക്റ്റ് നേരെ ഫൈനലിലേക്ക് ഇനി പോയി അവിടെ പോയി റെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇവരെല്ലാം ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് ജയിച്ചു വരുന്ന ടീമിനെ കാത്ത് അവിടെ RCBക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൊണ്ട് റെസ്റ്റ് ചെയ്ത് മാനസികമായിട്ട് തയ്യാറെടുത്ത് കാത്തിരിക്കാം എതിരാളി ആരാണോ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ക്വാളിഫയർ RCB vs പഞ്ചാബ് മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. RCB ഫാൻസ് നിങ്ങളുടെ ഹാപ്പിനെസ് പങ്കുവെക്കുക. പഞ്ചാബ് ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള യാതൊരു കാര്യമില്ല. കാരണം ഇനിയൊരു ചാൻസ് മുന്നിലിരിക്കുകയാണ്. പഞ്ചാബ് ഒരു ചാമ്പ്യൻ ടീമാണ്. ദേ വിൽ ബൗൺസ് ബാക്ക്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്, എവിടെയാണ് മിസ്റ്റേക്സ് സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.